നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. വിവിധ LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ലക്ഷ്യ അവതരിപ്പിക്കുന്ന മറ്റൊരു സീരീസാണ് PQ പർവം LGS. അപ്പോൾ LGSന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ സീരീസ് കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്തു. ഓരോ ദിവസം ഓരോ ക്ലാസ്സുകളായിട്ട് തരുന്നുണ്ട്. അതിൽ മറ്റൊരു ക്ലാസ് നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് LGS സിലബസുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ LGS ജ്വാല, LGSന്റെ ഒരു ഓൺലൈൻ കോഴ്സ് നമ്മളെ ടീം ലക്ഷ്യയുടെ ആപ്പിൽ നൽകുന്ന ഒരു കോഴ്സാണ് LGS ജ്വാല. LGSന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്രാഷ് കോഴ്സാണ്, ഓൺലൈൻ കോഴ്സാണ്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ നമ്മുടെ ഈ ഓഫ്ലൈൻ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നവർ തന്നെയാണ് ഇതിലും ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. വ്യക്തമായി LGS സിലബസുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമുള്ള ഒരു കാലഘട്ടം, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്നൊരു കാലഘട്ടം. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ട് സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന മീൻസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നൊരു ടോപ്പിക് എടുത്ത് പറയുമ്പോൾ അവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു 3 മേഖലകളുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ, അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങൾ, അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മൾ മറ്റു പല മേഖലയിലും അല്ലെങ്കിൽ പല മേഖലയിലും നമ്മൾ കുറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഏത് മേഖലയിലൊക്കെയാണ് നേട്ടങ്ങൾ കൈവരിച്ചത് എന്നാണ് ഈ ഒരു സിലബസിൽ പ്രധാനമായി ഉന്നയിക്കുന്ന 3 പ്രധാനപ്പെട്ട മേഖല. 1, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. 2, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന യുദ്ധങ്ങൾ. 3, ഈ പ്രശ്നങ്ങൾക്കിടയിലും നമ്മൾ നേട്ടങ്ങൾ കൈവരിച്ച മേഖലകൾ ഏതൊക്കെയാണ്? അപ്പൊ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിനൊരു പ്രത്യേകത, നമ്മുടെ SCERT പുസ്തകങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അതിൽ നിന്ന് മാത്രം മിക്കവാറും ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ SCERT പുസ്തകങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ചാപ്റ്റേഴ്സ് നോക്കണ്ട, ഒരൊറ്റ ചാപ്റ്റർ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ ഒരു ചാപ്റ്ററിൽ മീൻസ് ഈ ഒരു സിലബസ്, ഈ ഒരു ടോപ്പിക് എന്ന് ചോദ്യങ്ങൾ വരുന്നത്. SCERTയിലെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എന്ന ടെക്സ്റ്റിലെ 7ാമത്തെ ചാപ്റ്ററിൽ മാത്രം അതിൽ നിന്ന് മാത്രം ചോദിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു ടോപ്പിക്. അപ്പൊ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, കാരണം അതിൽ തന്നെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അതുപോലെ നമ്മൾ ആ നേട്ടങ്ങൾ കൈവരിച്ച മേഖല, അത് രണ്ടും പരാമർശിക്കുന്ന മേഖലയാണ് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററാണ് 7ാമത്തെ ചാപ്റ്റർ. അതിൽ നിന്ന് മാത്രമാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ 90% ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ആ ഒരൊറ്റ ചാപ്റ്റർ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അതുമായി ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചാപ്റ്ററിന് റിലേറ്റ് ചെയ്തുള്ള ഫാക്ട്സ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ഓക്കെ, 2021 മുതൽ 2024 വരെ മറ്റ് ക്ലാസ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട LGSുമായി ബന്ധപ്പെട്ട മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. റീസെന്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്, റീസെന്റ് ക്വസ്റ്റ്യൻസും ആ ഒരു മേഖല മീൻസ് LGS മേഖലയിൽ വരുന്ന ചോദ്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താണ് ചോദ്യങ്ങൾ. അപ്പൊ ഇത് ആകെപ്പാട് ഒരൊറ്റ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു മേഖലയിൽ ചോദ്യം വരുന്നത്. അതുകൊണ്ട് 2021, 22, 23, 24 അപ്പൊ 4 വർഷം കൊണ്ട് ചോദ്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ പരാമർശിച്ചുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഓക്കെ, റീസെന്റ് 2024 ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പല മേഖലയിലും ഇന്ത്യ എന്ന രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് വെല്ലുവിളികൾ നേരിട്ടു. പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കുറെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ ഇത്തരം പ്രശ്നങ്ങൾക്കിടയിലും പല മേഖലയിലും ഇന്ത്യ രാജ്യം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക എന്നാണ്. ഒരു LGS എക്സാമിന് ചോദിച്ച 2024 ഒരു LGS എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യമാണ്. അപ്പൊ LGSന് സിമ്പിൾ ചോദ്യം ചോദിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് അഭയാർത്ഥി പ്രവാഹം. 2, വർഗീയ ലഹള. 3, സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ. 4, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. താഴെ പറയുന്നവയിൽ വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ കുറെ വെല്ലുവിളികൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത് എന്നാണ് PSC ഉദ്ദേശിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചത്. ഒന്നാമത്തത് അഭയാർത്ഥി പ്രവാഹം. 2, വർഗീയ ലഹള. 3, സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ. 4, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ കുറെ അധികം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ കുറെ എണ്ണം ഈ ഓപ്ഷൻസിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. അതല്ലാത്തത്, അത് ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഫസ്റ്റ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ത് തന്നെയായിരുന്നു? അഭയാർത്ഥി പ്രവാഹം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയായിരുന്നു. ഓക്കെ, ആ ഒരു ഞാൻ പറഞ്ഞ ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലെ 7ാമത്തെ ചാപ്റ്ററിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അഭയാർത്ഥി പ്രവാഹം തന്നെയായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ വെല്ലുവിളി. ഓക്കെ, അതിനെ തുടർന്നുണ്ടായ വർഗീയ ലഹളകൾ അതും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അല്ലെ,
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്നത്തെ ഒരു കൺസെപ്റ്റ്, ഇന്നത്തെ ഒരു രീതി അനുസരിച്ചുള്ള സംസ്ഥാനങ്ങളൊന്നും രൂപീകരിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിനു മുന്നേ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യ എന്ന രാജ്യത്തോടു കൂടി ഒരുമിച്ച് നിർത്തുക എന്നത് പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയായിരുന്നു. ഇതൊക്കെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ എന്നതും തെറ്റായ പ്രസ്താവന. അതാണ് തെറ്റായ പ്രസ്താവന. ശരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പിന്നീട് അവര് ഇവിടെ അധിനിവേശ പ്രദേശങ്ങളൊന്നും കൈവശം വച്ചിരുന്നില്ല. പൂർണ്ണമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഉപേക്ഷിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെ അധീന പ്രദേശങ്ങൾ ഒരിക്കലും ഇല്ലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം മറ്റ് പല യൂറോപ്യൻ അധിനിവേശ പ്രദേശങ്ങളും ചെറിയ ചെറിയ പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഇല്ലായിരുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. അഭയാർത്ഥി പ്രവാഹം ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയായിരുന്നു. വർഗീയ ലഹള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയായിരുന്നു. ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ എന്നൊരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു. ബ്രിട്ടീഷുകാർ പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകിയാണ് ഇന്ത്യ ഉപേക്ഷിച്ചു പോയത്. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഉൾപ്പെടാത്തത് 3 മാത്രം, ഓപ്ഷൻ സി ആണ്. ഓക്കെ, 3 മാത്രം തെറ്റാണ്. ബാക്കിയെല്ലാം പ്രധാനപ്പെട്ട വെല്ലുവിളികൾ തന്നെയായിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏത്, ഉൾപ്പെട്ടത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്ന് ഉറപ്പായിട്ടും PSC ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ചാപ്റ്ററിൽ തന്നെ വ്യക്തമായിട്ട് ഇന്നതായിരുന്നു നമ്മുടെ വെല്ലുവിളികൾ എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ പ്രദേശം നമുക്ക് ഓരോരോ വെല്ലുവിളികളായിട്ട് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ത് തന്നെയായിരുന്നു? അഭയാർത്ഥി പ്രവാഹം തന്നെയായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നേരിട്ട ഫസ്റ്റ് പ്രശ്നം അഭയാർത്ഥി പ്രവാഹങ്ങൾ തന്നെയായിരുന്നു. അതായത് ഇന്ത്യ എന്ന രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യയെന്നും പാകിസ്ഥാനും. അല്ലെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് പൂർണ്ണമായിട്ടൊരു സ്വാതന്ത്ര്യം, മീൻസ് ഇന്ത്യക്ക് സ്വസ്ഥമായിട്ടൊരു സ്വാതന്ത്ര്യം അല്ല നൽകിയത്. ഇന്ത്യ എന്ന രാജ്യത്തെ 2ആയിട്ട് വിഭജിച്ചാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത്. അപ്പൊ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2 രാജ്യങ്ങളായി നമ്മൾ വിഭജിക്കപ്പെട്ടു. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും ഒരുപാട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എല്ലാ കിടപ്പാടങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അവർ രാജ്യം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറി പാർക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഒരുപാട് പേര് അഭയാർത്ഥികളായി മാറുകയാണ് ചെയ്തത്. അഭയാർത്ഥി പ്രവാഹം ആദ്യകാലത്തെ സ്വാതന്ത്ര്യാനന്തരത്തിലെ ഫസ്റ്റ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയായിരുന്നു. അത് ഒരു വെല്ലുവിളിയായിരുന്നു. ഓപ്ഷനിൽ അത് വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് ആൻസർ ചെയ്തോളാം. അഭയാർത്ഥി പ്രവാഹം ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം വർഗീയ ലഹളകൾ. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്കും ഒരുപാട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറി പാറുകയാണ് ചെയ്തത്. ആ സമയത്ത് ഉറപ്പായിട്ടും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് മതപരമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വേർതിരിവുകൾ. ആ സമയത്ത് ഉണ്ടായിരുന്ന മീൻസ് അങ്ങോട്ടുള്ള അഭയാർത്ഥി പ്രവാഹത്തിനിടയിൽ വർഗീയ ലഹളകൾ ഒരുപാട് സംഭവിക്കുകയാണ് ചെയ്തത്. ഒരുപാട് പ്രദേശങ്ങളിൽ രക്തരൂക്ഷിതമായ കലാപങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്തത്. അപ്പൊ വർഗീയ ലഹളകൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു വെല്ലുവിളിയായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ സമയത്ത് വെല്ലുവിളിയായിരുന്നു ചോദിച്ചാൽ ആയിരുന്നു. വർഗീയ ലഹളകൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. 3, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. തൊട്ട് മുന്നേ ഞാൻ സൂചിപ്പിച്ചായിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്നത്തെ സംസ്ഥാനം എന്നൊരു ഘടനയൊന്നും ഒരിക്കലും ആ ഒരു കൺസെപ്റ്റ് ഒന്നും റെഡി ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു വേർതിരിവെന്ന് അങ്ങനെ ഒരു ഡിവൈഡിങ് ഒന്നും നമ്മൾ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പം പണ്ടുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ എന്നൊരു കൺസെപ്റ്റിലായിരുന്നു. ഓക്കെ, അപ്പൊ നാട്ടുരാജ്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ പോലെ 28 സംസ്ഥാനങ്ങൾ 29 സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇത്ര കേന്ദ്രഭരണ പ്രദേശം എന്നൊരു കൺസെപ്റ്റ് അത്രയും ചെറിയ സംഖ്യയില്ല. 600ഓളം നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയിൽ. 600 നമ്പർ ശ്രദ്ധിച്ചു, 600ഓളം നാട്ടുരാജ്യങ്ങളാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരെല്ലാം കൂടി ഒരുമിച്ച് നിർത്തി ഇന്ത്യ എന്നൊരു രാജ്യം കെട്ടിപ്പടുക്കുക എന്നതൊരു വെല്ലുവിളി ആയിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ആയിരുന്നു. അതുപോലെ മറ്റൊരു സംവിധാനം ജനാധിപത്യ സംവിധാന രൂപീകരണം. ഓക്കെ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയാണ് ചെയ്തത്, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും. പാകിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായി മാറാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ സംവിധാനം സ്വീകരിക്കാനാണ് തീരുമാനിച്ചത്. ഇന്ത്യ രാജ്യം ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം രൂപീകരിക്കാൻ അല്ല തീരുമാനിച്ചത്, പകരം ഒരു ജനാധിപത്യ സംവിധാനം രൂപീകരിക്കാനാണ് തീരുമാനിച്ചത്. ഒരു ജനാധിപത്യ സംവിധാനം രൂപീകരണം എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ലായിരുന്നു. അപ്പൊ നാട്ടുരാജ്യങ്ങൾ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, മതപരമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, വർഗീയ ലഹളകൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സംവിധാനം രൂപീകരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. അത് വിജയകരമായി നടപ്പിലാക്കി എന്നത് മറ്റൊരു കാര്യം, പക്ഷേ അതൊരു വെല്ലുവിളിയായിരുന്നു. ജനാധിപത്യ സംവിധാന രൂപീകരണം ഒരു വെല്ലുവിളിയായിരുന്നോ ആദ്യകാല ഗവൺമെന്റിന്റെ മുന്നിൽ ചോദിച്ചാൽ ആണ്, അതൊരു വെല്ലുവിളിയായിരുന്നു. അതുപോലെ ഭരണഘടന രൂപീകരിക്കുക.
നമ്മുടെ രാജ്യം ശക്തമാകണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അടിത്തറയായിട്ട് ഒരു ഭരണഘടന രൂപീകരിച്ചേ മതിയാവും. അപ്പോൾ ഭരണഘടന രൂപീകരണം എന്ന് പറഞ്ഞതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. ഓക്കെ, അപ്പൊ ഭരണഘടന എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്തേണ്ട വ്യവസ്ഥകളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ, അല്ലെങ്കിൽ അതിന് നമ്മളെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലാകണം. അപ്പൊ അത് രൂപീകരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. അതുപോലെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുക. തൊട്ടു മുന്നേ നമ്മൾ സൂചിപ്പിച്ചു, പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി മാറുകയാണ് ചെയ്തത്. നമ്മൾ എന്താണ്, ഒരു ജനാധിപത്യ രാജ്യമായി മാറാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യം എന്ന് വെച്ചാൽ അതിന് കുറെ ചിട്ടവട്ടങ്ങളും അതിന് കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഇലക്ഷൻ വേണം, ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാർ വേണം. അപ്പൊ തെരഞ്ഞെടുപ്പ്, ആദ്യകാല തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിച്ച വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അവിടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോലും നടക്കുന്നത്. നമ്മളാണെങ്കിൽ, നമ്മുടെ ഇന്ത്യ രാജ്യമാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ തന്നെ നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ചെയ്തത്. അപ്പൊ അത് നടത്തിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. പൊതു തെരഞ്ഞെടുപ്പ് നടത്തുക ആദ്യകാല സർക്കാരിന്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരുന്നു. ലാസ്റ്റ് ഉണ്ടായത് ഒരു പ്രശ്നമാണ് ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം രൂപീകരിക്കുക. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, ഓൾറെഡി കുറെ പ്രശ്നങ്ങളുണ്ട്. അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹളകൾ, നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് നിർത്തുക, ഭരണഘടന രൂപീകരിക്കുക, ഇലക്ഷൻ നടത്തുക എന്നീ പ്രശ്നങ്ങൾ ഇടയിൽ, അല്ലെങ്കിൽ എന്നീ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിച്ച് വന്നപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ വന്നൊരു മറ്റൊരു പുതിയ പ്രശ്നമാണ് ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ആദ്യമേ പറഞ്ഞു, 600ഓളം നാട്ടുരാജ്യങ്ങളുടെ ഒരു സംയോജനമായിരുന്നു ഇന്ത്യ എന്ന രാജ്യം. ആ നാട്ടുരാജ്യങ്ങളിൽ എല്ലാവരും ഒരേ ഭാഷകൾ സംസാരിക്കുന്നവരൊന്നും അല്ലായിരുന്നു. ഓരോ നാട്ടുരാജ്യങ്ങളും പല പല ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു. അപ്പൊ നാട്ടുരാജ്യങ്ങൾ എന്നൊരു കൺസെപ്റ്റ്, ഒരു നാട്ടുരാജ്യം എടുത്തു കഴിഞ്ഞാൽ ഒരു നാട്ടുരാജ്യത്തിനകത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു. അത് അവിടുത്തെ ഭരണ സംവിധാനത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ആ ഭരണത്തിന് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ജനങ്ങൾക്ക് ഒത്തുപോകാൻ വേണ്ടി അവർക്കൊരു പ്രശ്നമുണ്ട്, അവർക്ക് തമ്മിൽ ഒരു എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഭാഷാ അടിസ്ഥാനത്തിൽ നാട്ടുരാജ്യങ്ങളെ വേർതിരിക്കണം, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നൊരു കൺസെപ്റ്റ്, എന്നൊരു ആവശ്യം മുന്നിൽ വന്നു. അപ്പൊ അതിന് ആദ്യകാല ഗവൺമെന്റ് അതിന് വേണ്ടത്ര പരിഗണന കൊടുത്തില്ലെങ്കിലും അതിനു വേണ്ടി പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ നടന്നു. അപ്പൊ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഗവൺമെന്റിന്റെ മുന്നിൽ വന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക. അപ്പം തൊട്ട് മുന്നേ നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ 2024 ചോദിച്ചൊരു ചോദ്യമാണ് ഇവിടെ നമ്മൾ പരാമർശിച്ചത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണ്, ആ വെല്ലുവിളികളിൽ ഉൾപ്പെട്ടതേത്, ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കാം. വ്യക്തമായി മനസ്സിലാക്കുക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ: 1 അഭയാർത്ഥി പ്രവാഹം, 2 വർഗീയ ലഹളകൾ, മറ്റൊന്ന് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, മറ്റൊന്ന് ജനാധിപത്യ സംവിധാനത്തിന്റെ രൂപീകരണം. അതിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ വരുന്ന മറ്റ് 2 പ്രശ്നങ്ങളാണ് ഭരണഘടന രൂപീകരിക്കുക, പൊതു തെരഞ്ഞെടുപ്പ് നടത്തുക. അതുകൂടാതെ ഉണ്ടായത് മറ്റൊരു വെല്ലുവിളിയാണ് ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം രൂപീകരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു വരാം. ആദ്യത്തെ പ്രശ്നമായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയിട്ട് മറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ പറഞ്ഞിട്ട് അതിന്റെ തുടർ മറ്റ് പോയിന്റുകളും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അഭയാർത്ഥി പ്രവാഹം 10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലെ 7ാമത്തെ ചാപ്റ്ററിൽ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഫസ്റ്റ് പ്രശ്നം അഭയാർത്ഥി പ്രവാഹം തന്നെയായിരുന്നു. അപ്പൊ ടെക്സ്റ്റിലെ പരാമർശങ്ങളും സെന്റൻസുകളും അല്ലെങ്കിൽ അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന വ്യക്തമായ പോയിന്റ്സുകൾ അതുപോലെ പഠിക്കാം. കാരണം അത് അതുപോലെ ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഇതിൽ പല തരത്തിൽ ചോദ്യം വരാം, അല്ലെങ്കിൽ വൺ വേർഡ് ടൈപ്പിലും ചോദ്യം വരാം. നമുക്ക് ടെക്സ്റ്റിൽ അതേ കണ്ടന്റ് അതുപോലെ പഠിക്കാം. PSCക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചില കോട്സുകൾ, ചില വ്യക്തികൾ പറഞ്ഞ പരാമർശങ്ങൾ ചിലപ്പം അതുപോലെ അത് ചോദിക്കാറാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ടെക്സ്റ്റ് ഈ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 7ാമത്തെ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് ആദ്യം തന്നെ സൂചിപ്പിക്കുന്ന ഒരു കോട്ടാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു പരാമർശമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന മുന്നേ 1941 ടാഗോർ ഇത് പരാമർശിക്കുന്നത്. 41 ടാഗോറിന്റെ ഒരു വീക്ഷണം, അത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ പോകുന്നു എന്നതിനെ ചുറ്റിപ്പറ്റി അദ്ദേഹം പറഞ്ഞൊരു പരാമർശം നമുക്ക് നോക്കാം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. ഓക്കെ, ഇപ്പോൾ ബ്രിട്ടീഷുകാർ സജീവമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ ഉറപ്പായിട്ട് നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ച് പോവുക? കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൊളോണിയൽ ഭരണം മാത്രമല്ല, അവർ നന്നായിട്ട് നമ്മുടെ സമ്പാദ്യങ്ങൾ ചൂഷണം ചെയ്ത്, ഇന്ത്യയുടെ സമ്പത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവരിവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാർ. അപ്പൊ ഏത് രൂപത്തിലുള്ള ഇന്ത്യ ആയിരിക്കും അവർ ഉപേക്ഷിക്കുക? ഇന്ത്യ അവർ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ബാക്കി ഉണ്ടാകുമോ? നമ്മുടെ സമ്പത്തുകൾ ബാക്കി ഉണ്ടാകുമോ? ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനകരമായ പ്രവർത്തനം അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പാദ്യങ്ങൾ ബാക്കി ഉണ്ടാകുമോ എന്ന് വളരെ ആകുലമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവരിവിടെ ഉപേക്ഷിച്ച് പോവുക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത്
ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. വ്യക്തമായിട്ട് തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞൊരു പരാമർശമാണ്. ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ ചൂഷണം ചെയ്ത് അത് മുഴുവൻ നശിപ്പിച്ച് അത് മുഴുവൻ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെയുള്ളവർക്ക് വേണ്ടി ഒന്നും ബാക്കി വെക്കാതെ ചെളിയുടെയും അഴുക്കിന്റെയും ഒരു കൂമ്പാരമായിരിക്കും അവരിവിടെ ഉപേക്ഷിച്ച് പോവുക. കാരണം കുറെ കാലമായി അവരുടെ ഭരിക്കുന്നുണ്ട്. ആ ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒന്നും ബാക്കിയില്ല. ഇവിടത്തെ സമ്പത്ത് മുഴുവൻ അവർ ചൂഷണം ചെയ്ത് അതിന്റെ അങ്ങറ്റമായി കഴിഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ബാക്കി വെക്കാതെ കുറെ ചെളിയും അഴുക്കും മാത്രം അതിന്റെ കൂമ്പാരം മാത്രം ഇവിടെ ഉപേക്ഷിച്ച് പോകും എന്ന് 1941 പരാമർശിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. അപ്പൊ ടാഗോറിന്റെ പരാമർശത്തോടു കൂടിയാണ് ആ ഒരു ചാപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. നമ്മളിപ്പോൾ പഠിക്കുന്ന ടോപ്പിക്കിന് അതേ ഹെഡിങ്ങോട് കൂടിയുള്ള ചാപ്റ്ററാണ്. ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്നാണ് 90% ചോദ്യങ്ങളും ചോദിക്കുന്നത്. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കുറച്ചൊക്കെ പുറത്തുനിന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഒരു 80 മുതൽ 90% വരെ ആ ചാപ്റ്റർ വായിച്ചിരുന്നാൽ വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് പരാമർശമാണ് ടാഗോറിന്റെ പരാമർശം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ച് പോവുക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. അപ്പം അവരിവിടെ പൂർണ്ണമായും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ പരാമർശം സൂചിപ്പിക്കുന്നു. ഉറപ്പായിട്ട് അവർ നമ്മൾ ഉപേക്ഷിച്ച് നമ്മളെ സ്വാതന്ത്ര്യം നൽകി പോകേണ്ടി വരുമെന്നും പരാമർശിക്കുന്നു. പോകുന്ന സമയത്ത് ഇവിടെ ഒന്നും ബാക്കി കാണത്തില്ല. നമ്മൾ ഇവിടെ വെല്ലുവിളികൾ, നമുക്കിവിടെ പരാധീനതകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നും കൂടി പരാമർശ വ്യക്തിയാണ് ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോർ. അഭയാർത്ഥി പ്രവാഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ നോക്കാം. ഇന്ത്യ വിഭജിക്കപ്പെട്ട ശേഷം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായി. തൊട്ടു മുന്നേ ഞാനത് സൂചിപ്പിച്ചായിരുന്നു അല്ലെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് വ്യക്തമായി അല്ലെങ്കിൽ സമാധാനപരമായ ഒരു സ്വാതന്ത്ര്യം ഒന്നും അല്ല അവർ നൽകിയിട്ട് പോയത്. 2 രാജ്യമായി വിഭജിച്ചാണ് നമ്മളെ സ്വാതന്ത്ര്യം നൽകിയത്. അവിടെയും പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി മാറാൻ പോകുന്നു, അവർക്ക് അതാണ് താല്പര്യം എന്നും വ്യക്തമായിട്ട് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവുന്നത്. ഉറപ്പായിട്ട് നമ്മൾ തമ്മിൽ ഒരു കലഹം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം 2 രാജ്യമായി വിഭജിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പൊ അന്ന് ഈ സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് എന്തായിരുന്നു കൺസെപ്റ്റ്? പാകിസ്ഥാന്റെ ലക്ഷ്യം മതരാഷ്ട്രം, മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രം എന്ന് തന്നെയായിരുന്നു. അപ്പൊ ഇന്ത്യ ഒരിക്കലും മതരാഷ്ട്രമല്ല സ്വീകരിക്കാൻ പോയത്, ഒരു ജനാധിപത്യ സംവിധാനമാണ്. അപ്പൊ ഇപ്പൊ പറയുന്നത് ജനാധിപത്യ സംവിധാനമാണ്, നാളെ എന്ത് സംഭവിക്കും എന്നറിഞ്ഞുകൂടാതെ വ്യാകുലപ്പെട്ട ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായി പാകിസ്ഥാൻ മാറാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾക്ക് നാളെ എന്താണ് ഭാവി എന്നറിഞ്ഞുകൂടാതെ അവർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറെ മുസ്ലിമുകൾ തിരിച്ചതുപോലെ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്തു. പലായനങ്ങൾ കൂടുതൽ എന്തായിരുന്നു? മതപരമായ ചിന്തകൾ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, നാളെ എന്താണെന്നും നാളത്തെ ഭാവി എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത തന്നെയായിരുന്നു പലായനങ്ങൾ. അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ത്യ വിഭജിക്കപ്പെട്ട ശേഷം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായി. അവിടെ എല്ലാ സമ്പാദ്യങ്ങളും സ്വത്ത് സമ്പാദ്യങ്ങളും ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും 2 രാജ്യങ്ങളിലേക്കും സഞ്ചരിച്ചു. ഈ ഒരു സംഭവത്തിനിടയിൽ, അപ്പൊ ഈ ഒരു അഭയാർത്ഥി പ്രവാഹങ്ങൾക്കിടയിൽ പലയിടത്തും വർഗീയ ലഹളകൾ ഉണ്ടായി. ഉറപ്പായിട്ടും മുസ്ലിമുകൾ, നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിമുകൾ പാകിസ്ഥാനിലേക്ക് കുറെ പേര് പോയി, അവിടെ നിന്ന് കുറെ ഹിന്ദുക്കൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. അപ്പൊ അവിടെ മതപരമായ ഒരു വികാരവും അങ്ങനെ ഒരു സംഭവങ്ങൾ, അങ്ങനെ ലഹളകൾ, അങ്ങനെ കലഹങ്ങൾ ഒരുപാടുണ്ടായി. വർഗീയ ലഹളയിലേക്കാണ് ഇത് നയിച്ചത്. അപ്പൊ ഈ അഭയാർത്ഥി പ്രവാഹങ്ങൾക്കിടയിൽ മതപരമായ വിഷയങ്ങൾ ഉണ്ടായി, വർഗീയ ലഹളകൾ ഒരുപാടുണ്ടായി. രക്തരൂക്ഷിതമായ കലാപങ്ങളാണ് പല സ്ഥലത്തും നടന്നത്. അങ്ങനെ കലാപങ്ങൾ നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ദില്ലി, മറ്റൊന്ന് കൽക്കട്ട, മറ്റൊന്ന് പഞ്ചാബ്, മറ്റൊരു സ്ഥലം ബീഹാർ, കൂടാതെ കാശ്മീർ, നവഖാലി. ആ SCERT ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് എടുത്തു സൂചിപ്പിക്കുന്ന 6 സ്ഥലങ്ങളാണ്. ഉറപ്പായിട്ടും ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. ടെക്സ്റ്റുകളിൽ വ്യക്തമായി എടുത്ത് സൂചിപ്പിക്കുന്ന മേഖലകൾ അല്ലെങ്കിൽ പോയിന്റുകൾ ഒരിക്കലും ഒഴിവാക്കരുത്. എടുത്ത് പല സ്ഥലത്തും കലഹങ്ങൾ ഉണ്ടായെങ്കിലും ടെക്സ്റ്റിനകത്ത് സൂചിപ്പിക്കുന്ന വ്യക്തമായ 6 സ്ഥലങ്ങളാണ്. ഒന്ന് ഡൽഹി, കൽക്കട്ട, പഞ്ചാബ്, ബീഹാർ, കാശ്മീർ, നവഖാലി. നവഖാലി ഒഴികെയുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇപ്പോഴും നമ്മൾ ഇന്ത്യയിൽ പരാമർശിക്കുന്ന, ഇന്ത്യയിൽ കേട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. നവഖാലി എന്ന സ്ഥലം ബംഗ്ലാദേശിലാണ് നവഖാലി എന്ന സ്ഥലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു പരാമർശം ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. ബാക്കിയെല്ലാം ഇപ്പോഴും ഇന്ത്യയിലാണ്, പക്ഷെ നവഖാലി എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. അപ്പൊ ഈ പ്രദേശങ്ങൾ, ഈ അഭയാർത്ഥി പ്രവാഹങ്ങൾക്കിടയിൽ വർഗീയ ലഹളകൾ എല്ലാ സ്ഥലത്തും ഉണ്ടായെങ്കിലും രക്തരൂക്ഷിതമായ ഏറ്റവും കടുത്ത കലാപങ്ങൾ നടന്ന സ്ഥലങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഡൽഹി, മറ്റൊന്ന് കൽക്കട്ട, അതുപോലെ പഞ്ചാബ്, ബീഹാർ, കാശ്മീർ,
ലാസ്റ്റ് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ സ്ഥിതി ചെയ്യുന്ന നവഖാലി എന്ന പ്രദേശത്താണ്. അപ്പോൾ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായിരുന്നു, അതിനിടയ്ക്കും കലഹങ്ങൾ ഉണ്ടായി. ഇതിനിടയ്ക്ക് കലാപം കാരണം സർവ്വതും നഷ്ടപ്പെട്ടവർ പലായനം ചെയ്യുകയും അഭയാർത്ഥികളായി മാറുകയും ചെയ്തു. ഓക്കെ, കുറെ പേര് ഈ വിഭജനം കേട്ടപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾ ആരംഭിച്ചു. അതിനിടയ്ക്ക് വർഗീയ ലഹളയും ഉണ്ടായി. ലഹള കാരണം തന്നെ വീണ്ടും പോകാതിരിക്കുന്നവർ, മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യേണ്ട, അങ്ങോട്ട് മറ്റു രാജ്യത്തേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചിരുന്നവർ പോലും എല്ലാം ഉപേക്ഷിച്ച്, അവരുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ ഉപേക്ഷിച്ച്, അവർ ഉറ്റവരെയും ഉടയവരെയൊക്കെ ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച്, അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ വീടും നമ്മുടെ സമ്പാദ്യമൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് നമ്മൾ പോകേണ്ടി വരുന്നു. അവിടെ ചെന്നാൽ നമുക്ക് ജീവിക്കാനായിട്ട് ഒരു നിവൃത്തിയുമില്ല, അല്ലെ? നമ്മുടെ ഒരു സമ്പാദ്യവും നമുക്ക് ഒരു ബാക്കപ്പും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊക്കെ അഭയാർത്ഥികളായി മാറും. അപ്പം അങ്ങനെ ഈ വർഗീയ ലഹളയ്ക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് സ്വത്ത് സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടവരെല്ലാം അഭയാർത്ഥികളായി മാറി. അപ്പൊ അഭയാർത്ഥി പ്രവാഹം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയായിരുന്നു. കാരണം ഇന്ത്യ ഇങ്ങനെ വിഭജിക്കപ്പെട്ട കാരണം, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്ന കൺസെപ്റ്റ് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും വിചാരങ്ങൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു, കലഹങ്ങൾ ഉണ്ടായി, മതപരമായ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ട വർഗീയ കലഹങ്ങൾ ഉണ്ടായി. അത് കാരണം എല്ലാം ഉപേക്ഷിച്ച് പോയവരെല്ലാം എല്ലാം നഷ്ടപ്പെട്ട് മറ്റു രാജ്യങ്ങൾ, അവരുടെ ഓൾറെഡി ജീവിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അഭയാർത്ഥികളായി മാറുകയാണ് ചെയ്തത്. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസവും കാരണം പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഓക്കെ, അഭയാർത്ഥി പ്രവാഹം ആദ്യകാലത്തെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു വെല്ലുവിളിയായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരുന്നു. പക്ഷേ അത് പരിഹരിക്കപ്പെടാതൊന്നും പോയില്ല, പരിഹരിക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ ആദ്യകാല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അഭയാർത്ഥി പ്രവാഹം അവർ പരിഹരിച്ചു. ഓക്കെ, ആദ്യകാലത്ത് ഉണ്ടായിരുന്നുവെങ്കിലും അത് ക്രമേണ ഈ ഗവൺമെന്റിന്റെ, ആദ്യകാല ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടലും ചില അവരുടെ നടപടികൾ കാരണം അതിനെ പതുക്കെ പരിഹരിച്ച് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. രക്തരൂക്ഷിതമായ കലാപങ്ങൾ നമ്മൾ എടുത്ത് കുറെ സ്ഥലങ്ങൾ പറഞ്ഞു, അവിടെയൊക്കെ അത് അവിടെയൊക്കെ ഒന്ന് ശാന്തമാക്കി എടുത്ത് അത് പരിഹരിക്കാൻ ആർക്ക് സാധിച്ചു? ആദ്യകാല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഗവൺമെന്റ് സാധിച്ചു, അവർ ഫലപ്രദമായി നടപ്പിലാക്കി എന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആദ്യകാല അഭയാർത്ഥി പ്രവാഹം ഒരു വെല്ലുവിളിയായിരുന്നോ ചോദിച്ചാൽ ആണ്. വർഗീയ ലഹളകൾ ആദ്യകാലത്തെ പ്രശ്നമായെന്ന് ചോദിച്ചാൽ ആണ്. ഇത് രണ്ടും പരിഹരിക്കപ്പെട്ടോ ചോദിച്ചാൽ പരിഹരിക്കപ്പെട്ടോ എന്നും കൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ ആ ടെക്സ്റ്റിൽ വ്യക്തമായി സൂചിപ്പിക്കുന്ന മറ്റൊരു പോയിന്റാണ്, ബോക്സിലൊക്കെ ഇട്ടത് SCERT ടെക്സ്റ്റിൽ വ്യക്തമായി ഇങ്ങനെ എടുത്ത് പറയുന്ന ചില പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്, അറിഞ്ഞിരിക്കണം. വിഭജന കാലത്തെ സംഭവങ്ങൾ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട പ്രശസ്ത സിനിമകൾ കുറച്ചുണ്ട്. അതായത് ഇപ്പൊ തന്നെ നമ്മൾ കുറെ സംഭവങ്ങൾ പറഞ്ഞു. വിഭജിക്കപ്പെട്ട രണ്ട് രാജ്യം, മതപരമായ രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറി, ഇന്ത്യ ഇങ്ങനെ മാറി നിന്നു, ജനാധിപത്യ രാജ്യം മാറി നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു, കുറെ പേർ യാത്ര ചെയ്തു, അതിനിടയ്ക്ക് അവരെ കൊല്ലപ്പെട്ടു, വർഗീയ ലഹളകൾ ഉണ്ടായി, അവർക്ക് സർവ്വതും നഷ്ടപ്പെട്ട് അഭയാർത്ഥികൾ മാറി. അങ്ങനെ കുറെ നമ്മൾ കഥകളും വിഷയങ്ങളൊക്കെ പറഞ്ഞാലേ, ആ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകൾ എന്ന് പറയുന്നത് SCERT ആ ടെക്സ്റ്റിൽ ആ ഒരു ചാപ്റ്ററിൽ വ്യക്തമായി സൂചിപ്പിക്കുന്ന 4 പ്രധാനപ്പെട്ട സിനിമകളാണ്. ഒന്ന്, മേഘേ ധാക്കധാര, സംവിധാനം ചെയ്തത് ഋത്വിക് കട്ടക്കാണ്. 2, ഗരം ഹവ, സംവിധാനം ചെയ്തത് MS സത്തു ആണ്. 3, തമസ്, സംവിധാനം ചെയ്തത് ഗോവിന്ദ് നിഹലാനി. 4, ട്രെയിൻ ടു പാകിസ്ഥാൻ, സംവിധാനം ചെയ്തത് പമേല റൂക്സ് ആണ്. SCERT ടെക്സ്റ്റിൽ എടുത്ത് സൂചിപ്പിച്ചിരിക്കുന്നുണ്ട്, ഒരിക്കലും മറക്കരുത്, അറിഞ്ഞിരിക്കണം. വിഭജന കാലത്തെ പല സംഭവങ്ങൾ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട സിനിമകളായിരുന്നു മേഘേ ധാക്കധാര, മറ്റൊന്ന് ഗരം ഹവ, മറ്റൊന്ന് തമസ് എന്ന സിനിമ, അതുപോലെ ട്രെയിൻ ടു പാകിസ്ഥാൻ. അവരുടെ സംവിധായകരും കൂടി പറഞ്ഞിട്ടുണ്ട്. മേഘേ ധാക്കധാര സംവിധാനം ചെയ്തത് ഋത്വിക് ഘട്ടക്കാണ്. ഗരം ഹവ സംവിധാനം ചെയ്തത് MS സത്തു ആണ്. തമസ് സംവിധാനം ചെയ്തത് ഗോവിന്ദ് നിഹലാനിയാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ സംവിധാനം ചെയ്തത് പമേല റൂക്സ് ആണ്. ബോക്സുകളിൽ വ്യക്തമായി SCERT മാറി ഇങ്ങനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന പോയിന്റുകൾ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. മറ്റ് പല സബ്ജക്റ്റിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്നൊരു ചോദ്യം ഷുവറായിട്ട് പ്രതീക്ഷിക്കാം. ഈ സിനിമകൾ ഈ വിഭജന കാലത്തെ സംഭവങ്ങൾ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ സിനിമകളാണ്. അപ്പൊ നമ്മുടെ ചോദ്യം തന്നെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. അഭയാർത്ഥി പ്രവാഹം ഉറപ്പായിട്ടൊരു വെല്ലുവിളിയായിരുന്നു, അതിന്റെ ഡീറ്റെയിൽ ആണ് നമ്മളിപ്പോൾ വായിച്ചു പോയത്. അതിന്റെ ഇടയ്ക്ക് ഉണ്ടായ വർഗീയ ലഹള, അതും ഒരു വെല്ലുവിളിയായിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. വർഗീയ ലഹള നടന്ന പ്രദേശങ്ങൾ എടുത്ത് സൂചിപ്പിച്ചായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രദേശങ്ങളില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ സമയത്ത് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നൽകിയ സമയത്ത് അവരെല്ലാ പ്രദേശങ്ങളും ഉപേക്ഷിച്ച് എല്ലാം ഇന്ത്യക്ക് കൈമാറിയിട്ടാണ് പോയത്. ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളില്ല. അങ്ങനെ എടുത്ത് ചോദിക്കുക ഒരു കാര്യമുണ്ട്, ആ ചാപ്റ്ററിൽ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, മറ്റു യൂറോപ്യൻ അധീന പ്രദേശങ്ങൾ ഉണ്ടായത്. ഓക്കെ, ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഉറപ്പായിട്ടില്ല, അവരെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. അതാണ് തെറ്റ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം മറ്റൊരു പ്രശ്നമായിരുന്നു. അതൊരു പ്രീവിയസ് ക്വസ്റ്റിനും കൂടെ പറഞ്ഞിട്ട് സംയോജനമായി നാട്ടുരാജ്യങ്ങളുടെ സംയോജന ബന്ധപ്പെട്ട പോയിന്റ്സ് നമുക്ക് അവിടെ പറയാം. ഈ ചോദ്യത്തിൽ വെല്ലുവിളിയിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഒരു വെല്ലുവിളി എന്നല്ല, അവരെല്ലാ പ്രദേശങ്ങളും ഉപേക്ഷിച്ചാണ് പോയത്. തെറ്റായ ആൻസർ മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. ആൻസർ ഇവിടെ C ആണ്. അടുത്ത ചോദ്യം,
നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെ കുറിച്ചാണ് എന്നാണ് ചോദ്യം. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞൊരു പോയിന്റ്, അവിടെ പറഞ്ഞൊരു ചോദ്യത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞായിരുന്നു, കോഴ്സുകൾ ഈ ടെക്സ്റ്റിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ ഉറപ്പായിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. നമ്മൾ ടാഗോറിന്റെ ഒരു പരാമർശമാണ്, അത്യാവശ്യം ഒരു വലിയൊരു പരാമർശമാണ്, അത് നമ്മൾ അവിടെ ടെക്സ്റ്റിൽ സൂചിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് PSC ചോദിക്കണമെങ്കിൽ ചെറിയ പരാമർശമേ ചോദിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. വലുതും ചോദിക്കാം, ചെറുതും ചോദിക്കാം, അല്ലെങ്കിൽ ആ വലിയ പരാമർശത്തെ ഏതെങ്കിലും ഒരു ചെറിയൊരു സെന്റൻസ് അടർത്തി മാറ്റി വേണമെങ്കിൽ ചോദിക്കും, ഇത് ആരുടെ പരാമർശം എന്ന് വേണമെങ്കിൽ ചോദിക്കും. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞു, ടാഗോർ പറഞ്ഞത് എന്തായാലും ഇന്ത്യ ഉപേക്ഷിച്ച് ആർക്ക് പോകേണ്ടി വരും? ബ്രിട്ടീഷുകാർക്ക് പോകേണ്ടി വരും. പക്ഷേ എങ്ങനെയുള്ള ഇന്ത്യ ആയിരിക്കും അവർ ഉപേക്ഷിച്ച് പോകുന്നത്? കാരണം ഇപ്പൊ തന്നെ അവരിവിടെ നമ്മളെ ചൂഷണം ചെയ്ത് അങ്ങ് അറ്റം നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിട്ടായിരിക്കും നമ്മളിവിടെ ഉപേക്ഷിച്ച് പോകുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ടാഗോർ. അതുപോലെ അതേ ടെക്സ്റ്റിൽ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പരാമർശത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് ആ പരാമർശത്തിനെ കോട്ട് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആ കോഴ്സിനകത്ത് പറഞ്ഞിരിക്കുന്ന അത്രയുമാണ് പരാമർശം. ഇത് ആര് പറഞ്ഞത് എന്നല്ല ചോദ്യം, പറഞ്ഞ ആരെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. ഓക്കെ, പക്ഷേ ചോദ്യം ഇത് ഏത് സംഭവത്തെ കുറിച്ചാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇന്ത്യയുടെ വിഭജനത്തെ കുറിച്ചാണോ പരാമർശിച്ചത്? ഓപ്ഷൻ ബി, ജാലിയൻ വാലാബാഗ് സംഭവത്തെ കുറിച്ചാണോ അദ്ദേഹം പരാമർശിച്ചത്? ഓപ്ഷൻ സി, ഇന്ത്യ പാക് യുദ്ധത്തെ കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ പലതരത്തിൽ പല കാര്യങ്ങളിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, ആ യുദ്ധത്തിനെ കുറിച്ചാണോ പറഞ്ഞത്? അപ്പൊ 47-48 കാലഘട്ടത്തിൽ യുദ്ധം നടന്നിട്ടുണ്ട്, അപ്പൊ ആ യുദ്ധത്തിനെ കുറിച്ചാണോ പറഞ്ഞത്? അതോ ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ചാണോ പരാമർശം? ഓക്കെ എന്നാണ് ചോദ്യം. എന്ത് സംഭവത്തെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പരാമർശിച്ചത് എന്ന് ജവഹർലാൽ നെഹ്റു പരാമർശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും എന്തിനെ കുറിച്ചായിരിക്കും പരാമർശിച്ചത്. ഇത് ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ചാണ് പരാമർശിച്ചത്. ഗാന്ധിജി വെടിയേറ്റ് കൊല്ലപ്പെട്ടപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പരാമർശമാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പരാമർശിച്ചത് അദ്ദേഹം ഗാന്ധിജിയുടെ വധത്തെ കുറിച്ചാണ്. വ്യക്തമായിട്ട് ഈ ചാപ്റ്ററിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു വിശേഷണം അല്ലെങ്കിൽ മറ്റൊരു പോയിന്റ് ആണ്, അതായത് മറ്റൊരു സംഭവത്തിനെ കണക്ട് ചെയ്ത് നമ്മുടെ ഗാന്ധിജിയുടെ മരണത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചിലർക്ക് ചിലപ്പോൾ ആ ഒരു പരാമർശം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ കേട്ട് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാതെ ഇതിന്റെ കണക്ഷനാണോ വായിച്ച് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റാത്തത് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പരാമർശമാണ്. പക്ഷേ വ്യക്തമായി ടെക്സ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഗാന്ധിജിയുടെ ഒരു പങ്ക്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ കാരണമാക്കിയുള്ള ഒരു പങ്ക് നമുക്കറിയാം അല്ലെ. നമ്മുടെ രാഷ്ട്രപിതാവാണ്, അദ്ദേഹത്തിന്റെ പല സമരമുറകൾ അല്ലെ, അദ്ദേഹം ഇന്ത്യയിൽ വന്ന് സത്യാഗ്രഹം എന്ന സമരമുറ ആരംഭിച്ച് അതിന്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ സമരങ്ങൾ, അതിനുശേഷം ഉണ്ടായ പ്രതിഷേധങ്ങൾ, അതിനുശേഷം ഉണ്ടായ ബഹുജന സമരങ്ങൾ, അതിന്റെയൊക്കെ പ്രത്യേകത നമുക്ക് ഉറപ്പായിട്ട് അറിയാം. അപ്പൊ അതിന്റെയൊക്കെ ഒരു എഫക്റ്റ് അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു പങ്ക് ഈ സ്വാതന്ത്ര്യത്തിന് വളരെ വലിയൊരു പങ്കാണുള്ളത്. ഓക്കെ, പക്ഷേ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത്, ഇന്ത്യ ഒട്ടാകെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗാന്ധിജി ഒരിക്കലും ആഘോഷിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു സന്തോഷമില്ലായിരുന്നു. അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു ഇന്ത്യ പാക് വിഭജനം തന്നെ. ഓക്കെ, ഈ വിഭജനം കാരണം അഭയാർത്ഥി പ്രവാഹവും വർഗീയ ലഹള ഉണ്ടായതിന് തൊട്ട് മുന്നേ നമ്മൾ പരാമർശിച്ചു. ഈ ലഹളകളിൽ പെട്ട് ആക്രമിക്കപ്പെട്ടവരെ അല്ലെങ്കിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുകയായിരുന്നു ആ സമയത്ത് ഗാന്ധിജി ഒരിക്കലും ഈ ആഘോഷങ്ങൾക്ക് ഒരിക്കലും പങ്കാളി ആയിരുന്നില്ല. ഓക്കെ, അപ്പൊ അതുമായി കണക്ട് ചെയ്തൊരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. അതായത് തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് വർഗീയ ലഹളയുടെ കേസ് പറഞ്ഞില്ലേ, അഭയാർത്ഥി പ്രവാഹം കാരണം വർഗീയ ലഹള. ഈ വർഗീയ ലഹളകളുടെ അനന്തരഫലമായി കരുതപ്പെടുന്ന സംഭവമാണ് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്ന് രണ്ട് രാജ്യമായി വിഭജിക്കപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രാജ്യത്തിലേക്കും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് കുടിയേറി പാർത്തു. അതിനിടയ്ക്ക് വർഗീയ ലഹള ഉണ്ടായി, അതിനിടയ്ക്ക് രക്തരൂഷിത കലാപങ്ങൾ പല സ്ഥലത്തും ഉണ്ടായി. അങ്ങനെ ഈ കലാപങ്ങൾ കാരണം പല ജനങ്ങളും അഭയാർത്ഥികളായി മാറി എന്ന് കുറെ നമ്മൾ കാര്യം പറഞ്ഞു. ഈ വർഗീയ ലഹളയുടെ അനന്തര ഫലമായി കരുതപ്പെടുന്ന മറ്റൊരു സംഭവമാണ് ഗാന്ധിജിയുടെ വധവും ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന ആദ്യകാല ലഹളകളും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് പരാമർശിക്കുന്ന, എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഈ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു SCERT ടെക്സ്റ്റിലെ ഈ ഒരു പോയിന്റിൽ പറയുന്നുണ്ട്. അത് അങ്ങനെയാണെന്നാണ് കരുതപ്പെടുന്നത്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സന്തോഷമില്ലായിരുന്നു. അദ്ദേഹം ലഹളയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയവരാണ്. അപ്പൊ അതിന്റെ ആ ലഹളയുടെ അനന്തരഫലമായി കരുതപ്പെടുന്ന പ്രവൃത്തിയാണ്, അത് കാരണമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം ഈ വർഗീയ ലഹളയുടെ അനന്തരഫലമായി കരുതപ്പെടുന്നു. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് 1948 ജാനുവരി 30-ാം തീയതിയാണ്.
എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തെ വധിച്ചത് അതെന്ന് ചോദിച്ചാൽ നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് 1948 ജനുവരി 30-നാണ്. അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അദ്ദേഹത്തെ വധിക്കുന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. ഈ ഗാന്ധിജിയുടെ വധം ആദ്യകാല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യകാല വർഗീയ ലഹളയുടെ അനന്തരഫലമായി കരുതപ്പെടുന്നു എന്ന് വ്യക്തമായി പരാമർശിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു വധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വധം നടന്നപ്പോഴാണ് അദ്ദേഹത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു പരാമർശം വന്നത്. ഗാന്ധിജിയുടെ വധത്തെ കുറിച്ച് നെഹ്റുവിന്റെ വാക്കുകൾ ഇതായിരുന്നു: നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പരാമർശ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. എന്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ ഗാന്ധിജി കൊല്ലപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ. എന്തിനു വേണ്ടിയാണ് നെഹ്റു ഇങ്ങനെ പരാമർശം നടത്തിയത്? എന്ത് വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പരാമർശം നടത്തിയെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ വധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. ഗാന്ധിജി കൊല്ലപ്പെട്ടതിന് കാരണം എന്ന് ചോദിച്ചാൽ വർഗീയ ലഹളകളുടെ അനന്തര ഫലമായി കരുതപ്പെടുന്ന സംഭവമാണ് ഗാന്ധിജിയുടെ വധം എന്നാണ് കരുതപ്പെടുന്നത്. ഗാന്ധിജി കൊല്ലപ്പെടുന്നത് 1948 ജനുവരി 30-നാണ്. ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ചാണ് കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തെ വധിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ആരാണ് പറഞ്ഞു ചോദിച്ചാൽ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ്. എന്ത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞു ചോദിച്ചാൽ അത് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഡി ആണ്. ഇപ്പൊ വർഗീയ ലഹള, ആദ്യകാല വർഗീയ ലഹളകൾ, അഭയാർത്ഥി പ്രവാഹങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, അതിന്റെ സംഭവങ്ങൾ, അത് കാരണം ഗാന്ധിജി കൊല്ലപ്പെടുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങിയുള്ള സിനിമ എന്നീ സംഭവങ്ങൾ വ്യക്തമായി സൂചിപ്പിക്കുന്ന ആ ചാപ്റ്ററിൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, അഭയാർത്ഥി പ്രവാഹവും വർഗീയ ലഹളകളും ആദ്യകാലത്തെ പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ പരിഹരിക്കപ്പെടാത്ത പ്രശ്നമല്ല, പരിഹരിച്ചു. അന്നത്തെ ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടൽ കാരണം പരിഹരിച്ചു. അതിന്റെ കണക്ടിംഗ് പോയിന്റ്സ് എല്ലാം ആ ചാപ്റ്ററിൽ സൂചിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ പരാമർശിച്ചത്.